ഒരാൾ കഞ്ചാവ് കൈവശം വെക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ഇന്ത്യൻ നിയമങ്ങൾ പ്രകാരം കുറ്റകരമായ കാര്യമാണ്. അത് 1.5 ഗ്രാം ആണെങ്കിലും 6 ഗ്രാം ആണെങ്കിലും കുറ്റം തന്നെയാണ്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലായി കേരളത്തിൽ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത ആളുകളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, അതിന് ലഭിക്കുന്ന വിസിബിലിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നടൻ ഷൈൻ ടോം ചാക്കോയിൽ നിന്നാണ് ഈ അറസ്റ്റ് ആരംഭിക്കുന്നത്. പിന്നീട് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, അതുപോലെ റാപ്പർ വേടൻ എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രധാനികൾ. ഒരാൾ നിയമവിരുദ്ധമായ എന്ത് കാര്യം ചെയ്താലും അയാൾ നിയമ നടപടി നേരിടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ അയാളെ ഇല്ലാതാക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. അത് മാത്രമല്ല, കഞ്ചാവ് കൈവശം വെച്ചു എന്ന ഒരു കേസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഉയരും. അതായത് കഞ്ചാവ് കേരളത്തിൽ എത്തുന്നത് ഏത് വഴിക്കാണ്, അതിൻ്റെ സോഴ്സ് ട്രേസ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ, അതേത് വഴിക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ, അത് ഈ മനുഷ്യരിലേക്ക് എത്തുന്നത് തടയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ മനുഷ്യരെ നമ്മൾ കുറ്റവാളികളായാണോ കാണേണ്ടത്? ഈ നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ആളുകളെ എല്ലാവരും കുറ്റവാളികളായി, ക്രിമിനലുകളായാണോ ചിത്രീകരിക്കേണ്ടത്, അതോ അവർ ഇരകളാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് തിരിച്ചറിയാനും അത് തടയാനുമുള്ള കഴിവ് ഇവിടുത്തെ ഫോഴ്സിന് ഇല്ലാത്തിടത്തോളം കാലം ഈ മനുഷ്യരെ ഇരകളായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നതാണ് വാസ്തവം. ഷൈൻ ടോം ചാക്കോയിൽ നിന്നാണ് ഈ ഡ്രൈവ് ആരംഭിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്നത് രാസലഹരിയാണ് എന്ന് അദ്ദേഹം പോലീസിന് മുന്നിൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. താൻ MDMA ആണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം പോലീസിനോട് സമ്മതിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ രാസലഹരിയെയും ഈ പറഞ്ഞ കുറഞ്ഞ അളവിലുള്ള കഞ്ചാവിനെയും ഒരുപോലെ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം സ്ത്രീകളോട് പെരുമാറുന്ന രീതി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടികളായ അല്ലെങ്കിൽ അഭിനേത്രികളായ പലരും ഇയാളെക്കുറിച്ച് പുറത്തു പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സെക്ഷൽ കളറിങ്ങോടുകൂടി സംസാരിക്കുന്നത്, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത്, പൊതുവേദികളിൽ മണ്ടത്തരം വിളിച്ചു പറയുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഷൈൻ ടോം ചാക്കോയുമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, അത് മാത്രവുമല്ല ഇത്തരത്തിലുള്ള ബിഹേവിയർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ലഹരി കൂടി കാരണമാണ് എന്ന് ഇതിന് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടി നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഈ പറയുന്ന ആളുകളുമായി ചേർത്ത് നിർത്തി ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോയെ നമുക്ക് മാറ്റി നിർത്താം. ബാക്കിയുള്ള ആളുകളിലേക്കാണ് ഏറ്റവും പ്രധാനമായും ചർച്ച വരേണ്ടത്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, വേടൻ, ഈ 3 പേരെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും സംവിധായകനും ക്യാമറാമാനുമായ സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. പുലർച്ചെ 2 മണിക്കാണ് പോലീസ് ഈ അറസ്റ്റ് നടത്തുന്നത്. ആ സമയത്ത് തന്നെ കൃത്യമായി മാധ്യമങ്ങൾ അവിടെ എത്തിയിരുന്നു. ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സ്റ്റേഷനിലെത്തി ജാമ്യമെടുത്ത് പുറത്തു പോകാൻ സാധിക്കുന്ന കേവലം 1.5 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചു എന്ന കേസിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും പോലീസ് പരേഡ് ചെയ്തു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത് കുറച്ച് മാസങ്ങൾ മുന്നെയാണ് കളമശ്ശേരി പോളിടെക്നിക്കിലെ ഒരു വിദ്യാർത്ഥിയുടെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് 2 കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തത്. ആ വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അയാളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അയാളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അയാളുടെ മുഖം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊന്നുമില്ല എന്നിരിക്കെ ഈ സംവിധായകരെ അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഈ വ്യക്തികളെ അന്ന് ആ കഞ്ചാവ് കണ്ടെത്തിയ അതേ പോലീസ് ടെലിവൈസ് ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വിഷ്വലുകൾക്ക് താഴെ ഹലാൽ കഞ്ചാവ് എന്നും അതുപോലെ തന്നെ മട്ടാഞ്ചേരി മാഫിയ എന്നുമുള്ള കമൻറ്റുകൾ പെരുകുന്നത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഈ കമൻറ്റുകൾ ഇത്രയധികം പെരുകിയത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ആ സമയത്താണ് കേവലം 1.6 ഗ്രാം കഞ്ചാവ് മാത്രം കൈവശം വെച്ചതിൻ്റെ പേരിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന ഒരു കേസിൽ പോലീസ് ഇത്രയും ആസൂത്രണമായി മീഡിയയുടെ മുന്നിൽ ആളുകളെ പരേഡ് ചെയ്തുകൊണ്ടൊരു അറസ്റ്റ് നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യം വരുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തോന്നിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അതിൽ താരരാജാക്കന്മാരുടെ തന്നെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഈ പേരുകളൊന്നും ഒരു പോയിന്റിൽ പോലും പുറത്തു വന്നില്ല. അങ്ങനെ ചൂഷകരായ ഈ മുഴുവൻ സൂപ്പർ താരങ്ങളുടെയും പേരുകൾ സംരക്ഷിച്ചു വെച്ച് പുറത്തുവിടാതെ അവരെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച സർക്കാർ സംവിധാനം തന്നെയാണ് 1.6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന ഒരു കേസിൽ 2 സംവിധായകരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരേഡ് ചെയ്ത് അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഈ കോലാഹലത്തിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത്
തങ്ങളിവിടെ എന്തോ ചെയ്ത് മലമറിക്കുകയാണ് എന്ന ആളുകളിൽ തോന്നലുണ്ടാക്കാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു PR സ്റ്റണ്ടാണോ ഇത് എന്നുകൂടി നമ്മൾ സംശയിക്കണം. കാരണം വലിയ വലിയ ആളുകളിലേക്കോ വലിയ സോഴ്സുകളിലേക്കോ ഇവർ കടക്കുന്നില്ല. അതുപോലെ പിടിച്ചെടുക്കുന്നതിൻ്റെ അളവ് തന്നെ വളരെ തുച്ഛമായ അളവുകളാണ്. ഈ ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെറിയ അളവിൽ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് മാത്രം എത്തുകയും ഇതിൻ്റെ യഥാർത്ഥ ശൃംഖലയിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്നിടത്ത് തന്നെയാണ് ഇതിനകത്തൊരു PR സ്റ്റണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്തൊരു കണ്ണിൽ പൊടിയിടലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി വേടനിലേക്ക് വന്നാൽ വേടന് നേരത്തെ തന്നെ മീറ്റു ആരോപണമുണ്ട്. 2021 അദ്ദേഹത്തിനെതിരെ ഒരു പെൺകുട്ടി ഒന്നിലധികം ആളുകൾ മീറ്റു ആരോപണം ഉന്നയിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വിചാരണ ചെയ്യപ്പെടുകയും അദ്ദേഹം ആദ്യം അതിനെ എതിർക്കുകയും പിന്നീട് മാപ്പ് പറയുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആ നിലയ്ക്ക് വേടനെ ആഘോഷിക്കുന്നതിനെ എതിർക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവർ ചെയ്യുന്നത് ശരിയാണ്, അവർ വേടൻ ഒരു അബ്യൂസറാണ് എന്ന് മാപ്പ് പറയുന്നതിലൂടെ അയാൾ അതിൽ നിന്നും കുറ്റവിമുക്തനാവുകയല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മാപ്പ് പറയുന്നതിലൂടെ ആ കുറ്റം അയാൾ ഏറ്റുപറയുകയാണ് എന്നുകൂടി ഒരു അർത്ഥം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അബ്യൂസറായ ഒരാളുടെ ഇത്തരം കൺസേർട്ടുകൾ അല്ലെങ്കിൽ സോങ് ഇതൊന്നും ആഘോഷിക്കേണ്ടതില്ല എന്നൊരു പറ്റം ആളുകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമായി ശരിയാണ്, അതിൽ തർക്കമില്ല. എന്നാൽ വേടൻ പറയുന്ന രാഷ്ട്രീയത്തിൽ വിരളി പൂണ്ട ഒരു പറ്റം ആളുകൾ ഈ കഞ്ചാവ് കേസ് കേട്ടപ്പോൾ തലപൊക്കി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും വളരെ കൃത്യമായി തന്നെ ഡിമാർക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മീറ്റു ആരോപണത്തിന് മേൽ വേടനെതിരെ സ്റ്റാൻഡ് എടുക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ കഞ്ചാവ് കേസിൻ്റെ പേരിൽ വേടനെ ക്രൂശിക്കുന്ന അയാളുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ക്രൂശിക്കുന്നവരും രണ്ടാണ് എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വേടൻ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണ്? വേടൻ സംസാരിക്കുന്നത് ദളിതരെ കുറിച്ചാണ്, ഇന്ത്യയിൽ അടിച്ചമർത്തൽ നേരിടുന്ന വിഭാഗത്തെക്കുറിച്ചാണ്. ആഗോളതലത്തിൽ പലസ്തീനിലും എല്ലായിടത്തും അടിച്ചമർത്തൽ നേരിടുന്ന മുഴുവൻ മനുഷ്യരെ കുറിച്ചുമാണ് വേടൻ്റെ പാട്ടുകളിലെല്ലാം പരാമർശിക്കുന്നത്. മാത്രമല്ല വേടൻ ED-യെക്കുറിച്ച് സംസാരിക്കുന്നു, അതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നു എന്നതൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ ഇതെല്ലാം അലോസരപ്പെടുത്തുന്നത് ആരെയാണ്? ആ അലോസരപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇപ്പുറത്തെ കമൻറ്റ് ബോക്സിൽ ഖാലിദ് റഹ്മാൻ്റെയും അഷ്റഫ് ഹംസയുടെയും മതം പരിശോധിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ പോയിന്റിലാണ് ഇത് ആർക്ക് വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ് ഈ രംഗം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സീൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് അവിടെയാണ്. അതായത് ആരാണ് നേരത്തെ മലയാള സിനിമ ഡ്രഗ്സിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും ജിഹാദികളുടെയും കേന്ദ്രമാണ് എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ ഓർത്താൽ ഈ കാര്യം മനസ്സിലാകും. അതുപോലെ തന്നെ ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന ടേം ആദ്യമായി ഉപയോഗിക്കുന്നത് ആരാണ്? അത് BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായ K. സുരേന്ദ്രനും അതുപോലെ ഇപ്പോൾ കോൺഗ്രസ്സുകാരനായ സന്ദീപ് വാര്യരുമാണ്. അപ്പോൾ ഇതേ ടെർമിനോളജിയാണ് വീണ്ടും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടി നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്? ആര് പറഞ്ഞ നെറേറ്റീവാണ് പോലീസ് ശരിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതേ സമയം അറസ്റ്റ് ചെയ്യപ്പെട്ട ഷൈൻ ടോം ചാക്കോയുടെയും ചോദ്യം ചെയ്യലിന് ഹാജരായ ശ്രീനാഥ് ബാസിയുടെയും മതം ആളുകൾ ചെയ്യുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതാണോ? നിങ്ങളുടെ കുടുംബം മൊത്തം കഞ്ചാവാണോ എന്നീ കമൻറ്റുകൾക്കപ്പുറത്തേക്ക് അവരുടെ മതത്തെക്കുറിച്ചോ അവരുടെ ജാതിയെക്കുറിച്ചോ ഉള്ള ഏതെങ്കിലും ഒരു കമൻറ്റ് ഈ പറയുന്ന വാർത്തകൾക്ക് താഴെ വരുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. ആ പോയിന്റിലാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും വേടനും പ്രധാനമായും ചർച്ചയിൽ വരേണ്ടത്. എന്തുകൊണ്ട് അവരിത്തരം ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവരുടെ മതവും അവരുടെ ജാതിയും ഈ കമൻറ്റുകളിൽ വന്ന് നിറയുന്നു എന്നതാണ് ചോദ്യം. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം റൂട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെയുള്ളത് പുലിപ്പല്ലാണ്. പുലിപ്പല്ലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആഢ്യത്വമുള്ള വേറെ ചില പുലിപ്പല്ലുകളെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടി വരും. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിർഭാഗ്യവശാൽ കേരളത്തിലെ വനം വന്യജീവി വകുപ്പിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളും അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ചുരുക്കി പറയാം, ഇത് കേരളത്തിലെ ഒരു മധ്യവർഗത്തിൻ്റെ ഒരു ലഹരി വിരുദ്ധത എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കമായ പൊതുബോധത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ നിഷ്കളങ്കമായി കാണുന്നതിനപ്പുറത്തേക്ക് പല അടരുകളുള്ള ഒരു കാര്യമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ചുമ്മാ ഞാൻ ഇന്ന് വന്ന ഏറ്റവും ഒടുവിൽ വന്നൊരു വാർത്ത കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ജയിൽ വകുപ്പിലെ RSS അനുകൂലികളായ ഉദ്യോഗസ്ഥർ കോട്ടയത്തൊരു റിസോർട്ടിൽ ഒത്തുചേർന്നതായുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 18 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുവെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. RSS അനുകൂല ഉദ്യോഗസ്ഥർ കേരളത്തിലെ ജയിൽ വകുപ്പിൽ RSS അനുകൂലമായ ഈ ഉദ്യോഗസ്ഥർ കോട്ടയത്തൊരു റിസോർട്ടിൽ ഒത്തുകൂടിയിരിക്കുന്നു. ഈ പറഞ്ഞ കേസുമായി വലിയ ബന്ധമൊന്നുമില്ല, എന്നാലും ചുമ്മാ പറഞ്ഞേ ഉള്ളൂ.